നോമ്പിന് സ്നാക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരിക പോളകളാണ്. പോളകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഒന്ന് കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറ് നിറയാൻ മാത്രം സാധനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് പോളകളുടെ റെസിപ്പീസാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പോളയുടേതാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളക്ക് ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട, 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ചിക്കൻ മസാല ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമുളക് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് വിനാഗിരിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ഹാഫ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ഫില്ലിങ്സിന് പകരമായിട്ട് വെജിറ്റബിൾസിൻ്റെ ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കനും സവാളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില, അത്യാവശ്യം ഒരു പിടുത്തം മല്ലിയില ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഈ ഒരു ഫില്ലിങ്സിൽ എരിവ് കുറവുണ്ടെങ്കിൽ പാകത്തിന് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ളതായത് കാരണം മസാലക്കൂട്ടും നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മസാല നല്ല എരിവ് വേണം കേട്ടോ, എന്നാലാണ് ഈ ഒരു സ്നാക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ വേണ്ടത് പാലാണ്. ഞാനൊരു കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിന് പകരം വെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയാവും, പക്ഷേ പാലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒരുപാട് സമയം അടിച്ചെടുക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് കിട്ടിയാൽ മതിയാവും. ഇനി നമ്മുടെ പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു ഹാഫ് വേവായി കിട്ടിയാൽ മതിയാവും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഹാഫ് വേവ് ആയിട്ട് കിട്ടിയാൽ ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫില്ലിങ്സും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ നിന്ന് മുകളിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം 1 ടേബിൾ സ്പൂൺ ഈ ഒരു ഫില്ലിങ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മൊത്തമായിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ബാറ്റർ ആദ്യം സൈഡിലൂടെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടുകയുള്ളൂ. ആദ്യം സൈഡിലൂടെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ വിതറി കൊടുക്കാം. മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, മുട്ടയൊക്കെ ചേർത്തത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അത് ഏകദേശം മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്നൊന്നുമില്ല, ചിലപ്പോൾ ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും, പക്ഷേ അത് പ്രശ്നമില്ല. നമ്മൾ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം.
അടുത്തതൊരു മലബാർ സ്പെഷ്യൽ സ്വീറ്റ് പോളയാണ്. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. മലബാർ പരിപാടികളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ പോളയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ചെറിയൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടായോ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. കൂടുതൽ ഫില്ലിങ്സ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ തേങ്ങ എടുക്കുകയും ചെയ്യാം. കൂടെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിങ്സിന് നല്ലൊരു മധുരം വേണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് തേങ്ങ ഏകദേശം ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഈ ഒരു വൈറ്റ് കളറിലുള്ളത്. ഇപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. തേങ്ങ ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ മതിയാവും. പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണം ഈ ഒരു ബാറ്ററിന്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ നിർബന്ധമില്ല, പാലിന് പകരം എക്സ്ട്രാ ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുത്താലും മതിയാവും. മുട്ട മാത്രം ചേർക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പാലാവുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നിർബന്ധമൊന്നുമില്ല, മുട്ട മാത്രം 4 മുട്ട എടുക്കുക, അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് വേറൊരു ബാറ്ററും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ പാകത്തിനൊരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പിന് അടുത്തായിട്ട് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവിൻ്റെ ലൂസിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ പാന് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ മുകൾ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഈ ഒരു സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, അങ്ങനെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ വല്ലാതെ ഒട്ടലുണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ ദോശ മുഴുവനായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ സ്നാക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് താഴ്ഭാഗത്തൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു തവി മുട്ടയുടെ ബാറ്റർ ആദ്യം താഴ്ഭാഗത്ത് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ചുട്ടെടുത്ത് വെച്ചിട്ടുള്ള ഒരു ദോശ വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് ഒരു തവി ബാറ്റർ എല്ലാ ഭാഗത്തേക്കും കൂടെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററിൽ ദോശ ഓരോന്നായിട്ട് മുക്കിയിട്ട് ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഓരോ ദോശയുടെ മുകളിലായിട്ടും നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സും കൂടെ ഒന്ന് വിതറി കൊടുക്കണം. ഒരുപാട് ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയെടുത്തിട്ടുള്ള ദോശ വെച്ച് കൊടുക്കാം. അതുപോലെ ലെയറായിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോ ദോശയുടെ മുകളിലായിട്ടും സൈഡിലൂടെ നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം, നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഫില്ലിങ്സ് മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് നട്ട്സൊക്കെ കൂടുതലുള്ള ഫില്ലിങ്സ് കുറച്ച് മാറ്റി വെക്കാം. അപ്പോൾ അത് മുകളിലേക്കായിട്ട് വിതറി കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ ബാറ്റർ ആദ്യം സൈഡിലൂടെയും മുകളിലായിട്ട് എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിൽ കാണാനൊരു ഭംഗിക്കും ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് എള്ളൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതിയാവും. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് വേവിച്ചെടുക്കാം. നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ മുട്ടയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടണം. മുകൾ ഭാഗത്തുള്ള മുട്ടയൊക്കെ നന്നായി സെറ്റായിട്ട് വരണം. ആ ഒരു സമയത്താണ് വെന്തിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് സ്പ്രെഡ് ആക്കിയിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അടി കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാനായത് കാരണം അടി കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി കുക്കറിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ താഴ്ഭാഗത്ത് പഴയ അലൂമിനിയത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ പഴയ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാൻ ഉണ്ടെങ്കിൽ അതോ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പി പോളയായിട്ടും ഡെസേർട്ടായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പോളയുടേതാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു 6-7 വലിയ പീസ് ബ്രെഡ് എടുത്ത് ഇതുപോലെ ചെറിയ സ്ക്വയർസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇനിയൊരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വനില എസൻസിന് പകരം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പഞ്ചസാരക്ക് അതിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. എന്നിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ഒരു കുക്കറോ എടുത്തിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡിൻ്റെ പകുതി ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിൻ്റെ പകുതിയും എല്ലാ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ തേങ്ങ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതോ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ബ്രെഡ് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ ബാക്കി വന്നിട്ടുള്ള ബാറ്ററും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് എല്ലാ ബ്രെഡിലും ഈ ഒരു ബാറ്റർ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ വെച്ചിട്ട് ബ്രെഡ് ബാറ്ററിൽ മുങ്ങുന്ന രീതിയിൽ എല്ലാ ഭാഗവും ഒന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ട വനില സോസ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ വനില സോസ് ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. പക്ഷേ വനില സോസും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ്, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവയ്ക്ക് നന്നായിട്ട് മിക്സായി കിട്ടിയാൽ ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരുപാട് കട്ടിയായി പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിലെത്തിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു സോസ് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്കായിട്ട് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ഈ ഒരു സോസും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ആയിട്ടാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അടുത്ത റെസിപ്പി പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ട് ഒരു കിഡിലൻ പോളയുടേതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ പൊട്ടാറ്റോ പോള തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 100-150 ഗ്രാം ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ സമൂസയിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മസാലയായാലും മതി. ചിക്കൻ ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഓവറായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വെന്ത് കിട്ടണമെന്നൊന്നുമില്ല. ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു സമയം പോള റെഡിയാക്കാൻ വേണ്ട കിഴങ്ങൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് കനം കുറഞ്ഞു പോകരുത്, നല്ല തിക്കായിട്ടും വരരുത്. അപ്പോൾ ഈ ഒരു പാകത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ചിക്കനൊക്കെ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിലേക്ക് 2 സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി അഥവാ കൂടുതൽ ഉണ്ടെങ്കിൽ സവാള ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി വെച്ചാലും മതി. പിന്നെ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണിത്. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ളത് കാരണം മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, എരിവ് കുറവാണെങ്കിൽ. ഇതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാന് നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചത് കുറച്ച് കൂടുതലുള്ളത് കാരണം 2 പ്രാവശ്യമായിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ കൂടുതൽ നേരം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല. 2 ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. 2 ഭാഗവും ബ്രൗൺ കളർ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഈ ഒരു സമയം തന്നെ സവാളയിലേക്ക് ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കിഴങ്ങ് ഒരു ഭാഗം വെന്ത് കിട്ടിയാൽ മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കാം. മസാലയിലേക്ക് അവസാനം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കിഴങ്ങ് രണ്ട് ഭാഗവും വെന്ത് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ഒരു കുക്കറോ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനിടയ്ക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ പാല് കയ്യിലുണ്ടെങ്കിൽ 3 മുട്ടയും കുറച്ച് പാല് മിക്സ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങ് പാനിൽ ഇതുപോലെ നിരത്തി വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് 2-3 ടേബിൾ സ്പൂൺ മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതൽ മിക്സ് ഒഴിച്ചു കൊടുക്കരുത്. ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടി മാത്രമുള്ള മുട്ടയുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സ് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലും നേരത്തെ ചെയ്ത പോലെ കിഴങ്ങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കിഴങ്ങ് വെക്കുമ്പോൾ ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ കൂട്ട് എല്ലാ ഭാഗത്തേക്കും ആയിട്ട് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം സൈഡിലൂടെ ഒഴിച്ചിട്ട് ബാക്കി ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒന്ന് കവറായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കിഴങ്ങൊക്കെ ഒന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. കിഴങ്ങ് വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പോള റെഡി ആയിട്ടുണ്ട്. പിന്നെ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ആ ഒരു കിഴങ്ങും മസാല ചിക്കൻ്റെ മസാലയൊക്കെ ആകുമ്പോൾ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് മറക്കാതെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക.